പത്തനാപുരത്ത് തെരുവ് നായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് വേറിട്ട പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ. നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയാണ് ഇവർ പ്രതിഷേധിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, MS നിവാസ് എന്നിവരാണ് നായയുമായി എത്തിയത്. ഇവരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിന് കാരണമായി. ഇതിനകത്ത് പട്ടയം കൊണ്ട് കെട്ടും. 2 കോടി രൂപ മുടക്കിയിട്ടാണ് ഈ പട്ടികളെ ഷെൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മദ്രസകളിൽ പിള്ളേർക്ക് പോകാൻ വയ്യ, അമ്പലങ്ങളിൽ പോകാൻ വയ്യ, ഇവിടെ വെളിയിൽ ഇറങ്ങാൻ വയ്യ. ഈ നാടുകൾ ആളുകൾക്ക് കച്ചവടം ചെയ്യാം. നാട്ടിലാകെ പട്ടികളാണ്. എവിടെ സെക്രട്ടറി പറയൂ പഞ്ചായത്തെ. പത്തനാപുരത്ത് തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങൾ നായയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സാജു ഖാൻ, ഫാറൂഖ് മുഹമ്മദ്, MS നിവാസ് എന്നിവരാണ് നായയുമായി എത്തിയത്. ഇവരെ പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിനും കാരണമായി. നാളെ ഞങ്ങള് ഇതിനകത്ത് പട്ടയം കൊണ്ട് കെട്ടും. ഇവിടെ പോലീസുകാരനെ ആരും അറിയാകത്തില്ല. കഴിഞ്ഞ ദിവസം നിരവധി പേരെ പ്രദേശത്ത് പേപ്പട്ടി കടിച്ചിരുന്നു. തെരുവ് നായകളെ ജനവാസ മേഖലയിൽ നിന്നും പിടിച്ച് കുരിയോട്ടുമലയിൽ പുനരധിവസിപ്പിക്കുന്നതിനായി 2 കോടി രൂപയാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ളത്. 2023 കൊല്ലം ജില്ലാ പഞ്ചായത്തും പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 2 കോടി രൂപ ചെലവഴിച്ച് കുരിയോട്ടുമലയിൽ ഒരു റിലീഫ് ഷെൽട്ടർ, അതായത് ഈ തെരുവ് നായകളെ പിടിച്ചുകൊണ്ടുപോയി ഈ കുരിയോട്ടുമലയിൽ വിടുകയും അതിന് ആഹാരവും വെള്ളവും കൊടുക്കുകയും അതിന് വാക്സിൻ കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി അട്ടിമറിച്ചിരിക്കുകയാണ്. 2 വർഷക്കാലമായി ഈ പത്തനാപുരത്ത് നടന്ന റിയാമോളുടെ അടക്കമുള്ള കൊലപാതകം പട്ടിയടിച്ചുള്ള മരണമായി മാത്രം കാണാൻ പറ്റത്തില്ല. അധികാരികളായിട്ടുള്ള CPM ഭരിക്കുന്ന, ഇടതുപക്ഷം ഭരിക്കുന്ന 55 വർഷമായി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേപ്പട്ടിയിൽ നിന്നും ആളുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത യുവമാർ എന്ത് ജനപ്രതിനിധികളാണ്? യുവമാർ എന്ത് രാഷ്ട്രീയ ബോധമുള്ള, എന്ത് പൊതുബോധമുള്ള, എന്ത് സംഘടനയാണ് യുവമാർ? ആരാണ് യുവമാർക്ക് നേതൃത്വം കൊടുക്കുന്നത്? 2 വർഷമായിട്ടും ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ലെന്നും തെരുവ് നായകളെ വന്ധീകരണം നടത്തുന്നതിനും വാക്സിൻ എടുക്കുന്നതിനുമുള്ള പദ്ധതി പോലും കൃത്യമായി നടപ്പാക്കുന്നില്ലെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലും കേരളത്തിലാകെ കഴിഞ്ഞ 1 മാസക്കാലമായി പേപ്പട്ടി കടിച്ച് 17 ആളുകളാണ്, കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്. അതിലൊരാൾ നമ്മുടെ പത്തനാപുരം സ്വദേശിയായ ലിയ എന്ന് പറയുന്ന ഒരു പൊന്നുമോളാണ്. ആ പൊന്നുമോളുടെ അമ്മയുടെ കരച്ചിൽ, ആ വിരാമം, ആ നാടിന്റെ കരച്ചിലിന്റെ വിരാമം നമ്മൾ കണ്ടതാണ്. എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ നിൽക്കുന്ന പോലീസിൽ ഒരു സന്തോഷം എന്ന് പറയുന്ന SI ഇവിടെ വന്നിട്ടുണ്ട്. ഈ കടിച്ച പേപ്പട്ടിയുടെ പോലും വകതിരിവില്ലാത്ത ഒരു നാറിയായി ആ SI ഞാൻ കാണുകയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ, നടന്നു പോകാൻ കഴിയുന്നുണ്ടോ? അവർക്ക് മദ്രസയിലോ അമ്പലത്തിലോ പൊതുസ്ഥലത്തോ പോകാൻ കഴിയുന്നുണ്ടോ? കളിസ്ഥലത്തിരിക്കാൻ കഴിയുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം പത്തനാപുരത്തിന്റെ ഹൃദയഭാഗത്ത് 17 പേരെയാണ് പട്ടി കടിച്ചത്. 17 പേരെ പേപ്പട്ടി കടിച്ചു. എന്താണ് ഇവിടെ അധികാരികൾ സ്വീകരിച്ചത്? നമ്മൾ ആളുകൾ വിചാരിക്കും പട്ടിയെ പിടിക്കാനുള്ള നിയമമില്ലെന്ന്. പട്ടിയെ കൊന്നു കളയാനാണ് നിയമമില്ലാത്തത്. പട്ടിയെ വന്ധീകരിക്കാനും പട്ടിയെ റീഷെൽട്ടർ ചെയ്യാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.